സംസ്ഥാനത്ത് ബി.ജെ.പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന തൃശൂരിൽ ആ മത്സര വീര്യമെല്ലാം കാണിച്ചു തരുന്ന വിധത്തിലായിരുന്നു കൊട്ടിക്കലാശം നടന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു മത്സര പൂരമായി മാറി. പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തന്നെ മാറ്റി നിർത്തുന്ന ഒരു അണികളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു ശക്തി പ്രകടനമാക്കാൻ ഇടതുമുന്നണിയും മറ്റ് രണ്ട് മുന്നണികളും ശ്രദ്ധ ചെലുത്തി. ആ ചിത്രങ്ങൾ കാണിച്ചു തരികയാണ് ജെയ്സൺ സാമോളം. സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കലാശക്കൊട്ടാണ് തനിക്ക് പുറകെ കാണുന്നത്. തെക്കേ ഗോപുരനടയിലാണ് കലാശക്കൊട്ട് നടക്കുന്നത്. തൃശൂർ പൂരത്തിലെ കൊടമാറ്റം നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ കലാശക്കൊട്ട്, ഏറ്റവും വലിയ കുടമാറ്റം എന്ന് പറയാവുന്ന, തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയാവുന്ന കലാശക്കൊട്ട് നടക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. LDFന്റെ VS സുനിൽകുമാർ തെക്കേ ഗോപുരനടയുടെ കിഴക്ക് ഭാഗത്തായും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തായും NDAയുടെ സുരേഷ് ഗോപിയും അതോടൊപ്പം തെക്ക് ഭാഗത്തായി K മുരളീധരനും എത്തിയിട്ടുണ്ട്. ഏകദേശം 5 മണിയോടുകൂടിയാണ് 3 സ്ഥാനാർത്ഥികളും തെക്കേ ഗോപുരനടയിലെത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ഈ സ്ഥാനാർത്ഥികൾ എത്തിയത്. വരും ദിവസങ്ങളിൽ എത്രമാത്രം ഈ 3 മുന്നണികളുടെയും ശക്തമായ മത്സരം നടക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു സത്യത്തിൽ ഇപ്പോൾ നടന്ന ഈ കലാശക്കൊട്ട്. അതിശക്തമായ വലിയ ആഘോഷം, വലിയ രീതിയിലുള്ള ഉത്സവം, തൃശ്ശൂരിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു കലാശക്കൊട്ട് എന്ന് പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ കലാശക്കൊട്ട് നടന്നത്. ഇനി നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലമായി തൃശ്ശൂർ മാറുകയാണ്.